ഹേ ഗേസ് നമ്മൾ ഇന്ന് രാവിലെ തന്നെ എണ്ണീറ്റിട്ടുണ്ട്. അതിന്റെ മെയിൻ കാരണം എന്ന് പറഞ്ഞാൽ അവനിന്ന് പള്ളിയിലും കാര്യങ്ങൾക്കൊക്കെ പോകണം. ഇന്ന് ഞായറാഴ്ചയാണ്. അപ്പോൾ നേരെ നമ്മൾ പള്ളിയിലോട്ടാണ് പോകുന്നത്. പള്ളിയിൽ നിന്ന് പോയിട്ട് വന്നിട്ട് നമുക്ക് ഇന്നൊരു കല്യാണം കാര്യങ്ങളൊക്കെ ഉണ്ട്. അതും പള്ളി വെച്ച് തന്നെയാണ്. പക്ഷേ നമ്മളിപ്പോൾ നേരെ പോകുന്നത് മുക്കന്നൂർ പള്ളിയിലോട്ടാണ്. അപ്പോൾ കല്യാണം നമുക്ക് സെഹിയോൻ പള്ളിയിൽ വെച്ചായിട്ടാണ്. അപ്പോൾ അങ്ങോട്ട് നമുക്ക് ഉച്ചയ്ക്ക് പോകണം. നമ്മുടെ കമ്പനിയിൽ തന്നെ ഉള്ളൊരു ചേട്ടൻ്റെ കല്യാണം കാര്യങ്ങളൊക്കെയാണ്. നമ്മളെയും വിളിച്ചിട്ടുണ്ട്. കല്യാണം രാവിലെ 10 മണിക്കാണ്. ഫുഡ് കൊടുത്ത് തുടങ്ങുന്നതാണ് 12 മണിക്ക്. അപ്പോൾ നമ്മൾ ആ ഒരു ടൈമിലായിരിക്കും പോകുന്നത്. നമുക്ക് ഫുഡാണല്ലോ മെയിൻ. അപ്പോൾ നമുക്ക് നേരെ ഈ പള്ളിയിലെത്തിയിട്ട് കാണാം. പള്ളി എത്തി. അവൻ പള്ളിയിലോട്ട് പോകാൻ വേണ്ടിയിട്ട് പോവാണ്. അപ്പോൾ നമുക്ക് കുറച്ചങ്ങോട്ട് മാറി നിൽക്കാം. എൻ്റെ ഷർട്ട് ആരാണ്ടറയോ പാൻറ്റ് ഇട്ട് നേരെ പള്ളിയിലോട്ട്. ഇതാണ് നമ്മുടെ മുക്കന്നൂർ പള്ളി. അവൻ പള്ളിയിലോട്ട് കയറുക. ഞാൻ കുറച്ചങ്ങോട്ട് മാറി നിൽക്കട്ടെ. ഞാൻ പള്ളിയിൽ കയറുന്നില്ല. അപ്പോൾ എൻ്റെ ഒരു സംശയം ചോദിക്കാനാണ് ഞാൻ വന്നത്. അതായത് നമ്മളിപ്പോൾ ബസ് സ്റ്റോപ്പിലാണ് ഇരിക്കുന്നത്. അവിടെ നിന്ന് പള്ളിയുടെ അടുത്തുള്ളൊരു ബസ് സ്റ്റോപ്പാണ്. അപ്പോൾ നമ്മളിങ്ങോട്ട് ഒന്നിക്കാന്ന് വിചാരിച്ച്. അതായത് നമ്മൾ ക്രിസ്ത്യൻസിന് പള്ളിയിൽ പോകാൻ വേണ്ടിയിട്ട് ഞായറാഴ്ച എന്നൊരു ദിവസം എനിക്ക് തോന്നുന്നു. കാരണം ഞായറാഴ്ച അവരെല്ലാം പള്ളിയിൽ പോകാറുണ്ട്. കറക്റ്റ് റീസൺ എനിക്ക് അറിയത്തില്ല. അതുപോലെ മുസ്ലിംസ് എല്ലാവരും വെള്ളിയാഴ്ച പള്ളിയിൽ പോകാറുണ്ട്. ഞാൻ സ്കൂളിൽ പഠിക്കുന്ന ടൈമൊക്കെ അവർ ഉച്ചയ്ക്ക് ബ്രേക്കിൻ്റെ ടൈമിലൊക്കെ പള്ളിയിൽ പോകുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. അതുപോലെ നമ്മൾ ഹിന്ദുക്കൾക്ക് എന്തെങ്കിലും ഒരു ഇതുണ്ടോ, ഇന്ന ദിവസം അമ്പലത്തിൽ പോയാൽ നല്ലതാണെന്നുള്ള എനിക്കറിയത്തില്ല. അതുകൊണ്ട് ഞാൻ ചോദിച്ചത്. എനിക്കങ്ങനെ ദിവസമൊന്നും അറിയത്തില്ല. അപ്പോൾ ഏതെങ്കിലും ദിവസം നമുക്കും അങ്ങനെ ഉണ്ടോ, ഇന്ന ദിവസം അമ്പലത്തിൽ പോയാൽ നല്ലതാണെന്നുള്ളത്? അപ്പോൾ അതറിയാമെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യുക ഗൈസ്. അപ്പോൾ അവൻ വരാൻ എന്തായാലും ഒരു മണിക്കൂർ സമയം എടുക്കും. ഇപ്പോൾ 7 മണി ആയതുള്ളൂ. 8 മണി വരെയെങ്കിലും കാണും കുർബാന. അപ്പോൾ അത് കഴിഞ്ഞ് അവൻ വരത്തുള്ളൂ. അതുവരെ നമ്മളിവിടെ പോസ്റ്റാ. അപ്പോൾ ഞാൻ എന്തെങ്കിലും റീലും കാര്യങ്ങളൊക്കെ കണ്ടുകൊണ്ടിരിക്കട്ടെ. അവൻ വന്നു കഴിഞ്ഞാൽ നമുക്ക് എന്തെങ്കിലും പരിപാടിയും കാര്യങ്ങളൊക്കെ നോക്കാം ഗൈസ്. അപ്പോൾ സമയം ഇപ്പോൾ ഏകദേശം 12:45 നല്ല മഴയും കാര്യങ്ങളൊക്കെ ആയിരുന്നു. അതുകൊണ്ട് നമ്മൾ നന്നായിട്ടൊന്ന് കിടന്നുറങ്ങി. എൻ്റെ ഇപ്പോഴാണ് എണ്ണിച്ചത്. 10 മണിക്കായിരുന്നു ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കല്യാണവും കാര്യങ്ങളൊക്കെ. പക്ഷേ നമ്മളിപ്പോഴാണ് പോകുന്നത്. 12 മണിക്കാണ് ഫുഡ് കൊടുത്ത് തുടങ്ങുന്നത്. ഇപ്പോൾ 12:45 1 മണി 1:30 വരെ എന്തായാലും ഫുഡ് കാണും. അപ്പോൾ എന്നെ കല്യാണം വിളിച്ചിട്ടുണ്ട്. ഇങ്ങനെ കല്യാണം വിളിച്ചിട്ടില്ല. അവനെ കല്യാണം വിളിച്ചിട്ടില്ല. എന്നെ മാത്രമേ കല്യാണം വിളിച്ചിട്ടുള്ളൂ. അപ്പോൾ നമ്മൾ ഏതായാലും അവിടെ പോയി ഫുഡും കാര്യങ്ങളൊക്കെ കഴിക്കാൻ വേണ്ടിയിട്ട് പോകണം. അപ്പോൾ അവിടെ എന്തോ ഫുഡും കാര്യങ്ങളൊന്നും അറിയത്തില്ല. അങ്കമാലി സ്റ്റൈൽ ഫുഡും കാര്യങ്ങളൊക്കെ ആയിരിക്കും കല്യാണത്തിന്. അപ്പോൾ നമുക്ക് എന്തായാലും കല്യാണത്തിൽ ചെന്നിട്ട് അവിടെ എന്തോ ഫുഡും കാണണമെന്നൊക്കെ നോക്കാം. അപ്പോൾ നേരെ കല്യാണ മണ്ഡപമല്ലല്ലോ, പള്ളിയിൽ ചെന്നിട്ട് കാണാം. ഗേസ്, നമ്മുടെ കമ്പനിയുടെ മുതലാളിയുടെ ഓണറുടെ വീടും കാര്യങ്ങളൊക്കെ ഞാൻ കാണിച്ചു തരാം. നമ്മുടെ കമ്പനിയുടെ തൊട്ടടുത്ത് തന്നെയാണ് ഈ മുതലാളിയുടെ വീടും കാര്യങ്ങളൊക്കെ. അപ്പോൾ ഞാൻ ആ ഒരു വീടും കാര്യങ്ങളൊക്കെ കാണിച്ചു തരാം. ഗേസ്, ഈ ഒരു വാഴത്തോട്ടവും ഈ വാഴയും കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ ഒരു മുതലാളിയുടെ വീടും കാര്യങ്ങളൊക്കെയാണ്. തിരിഞ്ഞു നോക്കണ്ട, നേരെ നോക്കും ഇതിനെ തന്നെ. അപ്പോൾ വീട് സ്പീഡ് നടക്കണം എൻ്റെ. അപ്പോൾ ഇതാണ് നമ്മുടെ മുതലാളിയുടെ വീടും കാര്യങ്ങളൊക്കെ. അപ്പോൾ ഇതിന്റെ ഗേറ്റിനൊക്കെ കുറെ സ്പെഷ്യാലിറ്റി കാര്യങ്ങളൊക്കെ ഉണ്ട്. ഓട്ടോമാറ്റിക് ഗേറ്റ് അല്ല, എന്താ അണ്ടർഗ്രൗണ്ട് ഗേറ്റ്. അണ്ടർഗ്രൗണ്ട് ഗേറ്റാ. അണ്ടർഗ്രൗണ്ട് ഗേറ്റാ ഇത്. നോക്കട്ടെ, താഴോട്ടാ പോകുന്നത് സത്യം. അവിടെ ആ ഗ്രില്ല് കണ്ടോ താഴെ? എന്റെ വീട്ടിലെ ഗേറ്റ് അണ്ടർഗ്രൗണ്ട് ഗേറ്റ്. ഇതാണ് മുതലാളിയുടെ വീട്. വിളിക്കാത്ത കല്യാണത്തിന് പോകുന്നതിന് ടെൻഷനുണ്ട്. നിങ്ങളെ വിളിച്ചോ കല്യാണത്തിന്? വിളിച്ചല്ലോ. ആര് നീ അല്ലാതെ ഇതിന്റെ ടെൻഷനും പേടിയൊന്നുമില്ല. ശങ്കൂട്ടത്തിന്റെ ആളൊരു നിങ്ങളുടെ മുഖം ഒന്ന് കാണിച്ചാ പാൻറ് കാണിക്കാൻ തന്നെ വിഷമമുണ്ട്. അപ്പൊ അവന്റെ പാൻറ്റൂടെ കാണിച്ചില്ലേ, അവന് നല്ല വിഷമമാവും. എന്റെ ചെറുക്കൻ ലുക്കല്ലേ? തിരിഞ്ഞു നോക്കിയാടാ, സ്റ്റൈല് തിരിഞ്ഞു നോക്ക്. നോക്കടാ ഗേസ്. അപ്പൊ നമ്മൾ പള്ളിയുടെ അടുത്ത് എത്തിയിട്ടുണ്ട്. അപ്പൊ എന്നെ വിളിച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ എന്നെ അങ്ങനെ കാര്യമായിട്ട് വിളിച്ചിട്ടൊന്നും ഇല്ല. ഞങ്ങളുടെ ഒരു ഡിപ്പാർട്ട്മെന്റ് അകത്തോടൊക്കെ വരുന്ന ഒരു ക്യൂസിയുടെ കല്യാണമായിരുന്നു. അപ്പോൾ പുള്ളി എന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു, ഫോൺ ചെയ്താ വിളിച്ചേ. അപ്പോൾ എന്തായാലും നമ്മൾ കല്യാണത്തിൽ പോവാ. ഇതിനെ രണ്ടിനെ വിളിച്ചിട്ടില്ല, ഇതിനെ രണ്ടിനെ ഞാനാ വിളിച്ചേ. അതല്ലേ എന്നെ വിളിച്ച ഫോൺ ചെയ്ത് ഫോണിലെന്ന് ചോദിച്ചാൽ എന്റെ സീനിയറിന്റെ ഫോണിൽ വിളിച്ചിട്ട് 90 ചളിയും കൊണ്ട് ഇറങ്ങിയേക്കുവാ. നമ്മുടെ പ്രായത്തിലുള്ള കമ്പനിയിൽ എല്ലാവരും നമുക്കൊക്കെ പ്രായമുണ്ട്. നമ്മൾ ചെറുപ്പമല്ലേ. ഞങ്ങൾ ചെറുപ്പത്തിൽ അധ്വാനിക്കാൻ തുടങ്ങിയ പിള്ളേരാണ്. എനിക്ക് 20 വയസ്സ്, ഇവൻ 22. ഇത് 27 കറക്റ്റ് പ്രായം പറ. 24. എത്ര വർഷം മുമ്പ്? 24 ഉള്ളൂ. 20 വയസ്സ് 19 വയസ്സ് പണിക്ക് വന്ന ചെറുക്കനെ കണ്ട് പഠിക്കണം. എന്നെയൊക്കെ പ്രചോദനമായിട്ട് എടുക്കണം. വഴി ഇവിടെ ജംഗ്ഷനിൽ തന്നെയല്ലേ പൊട്ടി? ജംഗ്ഷനിലാണ്, അതിലേ പോകണ്ട, മറ്റേ ആൾക്കാരെ. അപ്പൊ ആ പള്ളി വെച്ചാണ് കല്യാണം കാര്യങ്ങളൊക്കെ. അപ്പൊ ഞാൻ നേരെ പള്ളിയിൽ എത്തിയിട്ട് വീഡിയോ കാണലൊക്കെ എടുക്കാം. വിളിക്കാത്ത കല്യാണത്തിന് എന്റെ ഷർട്ടും 2.5 പാൻറ് ഇട്ടുകൊണ്ട് നടക്കുന്ന ഒരുത്തെ.
വേറെ 10-34 വയസ്സായില്ലേ മനുഷ്യ വിധിക്കാത്ത കല്യാണത്തിന് നാണം ഉണ്ടോ? പറ പറയാൻ വന്നില്ലേ? പറ പറഞ്ഞില്ല എന്തോ പറയാൻ വന്നു നിങ്ങൾ പറ. ചുമ്മാ പറയണ്ട ഇവനൊന്നും വിളിച്ചിട്ടില്ല എന്നെ വിളിച്ചിട്ടില്ല. പിന്നെ എവിടെ വിളിച്ചിട്ടുണ്ട് ആര് വിളിച്ചു ആരാ കല്യാണം? കല്യാണത്തിനായിട്ട് വരുന്നത് ബേസിന്നല്ലേ ഞാനല്ലേ പറഞ്ഞത്. ഇല്ലയോ എനിക്ക് നേരത്തെ അറിയാമായിരുന്നു കേസ് 10 മണിക്കായിരുന്നു കല്യാണം. നമ്മളേതാണ്ട് 1:30-1:45 ഓഡിറ്റോറിയത്തിൽ എത്തിയപ്പോൾ നമ്മൾ ചർച്ചിലോട്ടല്ല നേരെ ഓഡിറ്റോറിയത്തിലാണ് കയറിയത്. ചർച്ചിൻ്റെ അകത്തോട്ട് കയറിയില്ല. ചർച്ചിൽ നിന്ന് അവരെല്ലാവരും ഇറങ്ങിയായിരുന്നു. അപ്പോൾ നമ്മൾ നേരെ ഓഡിറ്റോറിയത്തിലോട്ട് പോയി. ആദ്യം തന്നെ ഒരു വെൽക്കം ഡ്രിങ്ക് കുടിച്ചു. അപ്പോൾ പൈനാപ്പിൾ ജ്യൂസാണ് നമ്മൾ ആദ്യം എടുത്തത്. അത് കഴിഞ്ഞ് നമ്മൾ നേരെ ഫുഡിലോട്ട് പോയി. നല്ല തിരക്കും കാര്യങ്ങളൊക്കെ ആയിരുന്നു. അപ്പോൾ ബീഫ് ഉണ്ടായിരുന്നു, അതേപോലെ തന്നെ ചിക്കൻ കറി ഉണ്ടായിരുന്നു, പോർക്ക് ഉണ്ടായിരുന്നു, ഫിഷ് കറി ഉണ്ടായിരുന്നു, സലാഡ് ഉണ്ടായിരുന്നു, വേറെ കുറേ വെജ് ഐറ്റംസും ഉണ്ടായിരുന്നു. അപ്പോൾ വെജ് ഐറ്റംസും കാര്യങ്ങളൊന്നും ഞാൻ എടുത്തില്ല. ഞാൻ മെയിനായിട്ട് എടുത്തത് പോർക്ക് നല്ല അടിപൊളി സൂപ്പർ ടേസ്റ്റുള്ള പോർക്കാണ്. ഞാൻ ഫസ്റ്റ് ടൈമാണ് പോർക്ക് കഴിക്കുന്നത്. ഈ ബീഫിനേക്കാൾ ഇഷ്ടപ്പെട്ടത് പോർക്കാണ്. അപ്പോൾ പോർക്ക് ഉണ്ടായിരുന്നു, പോർക്ക് കഴിച്ചു, ബീഫ് കഴിച്ച്, അതുപോലെ ചിക്കൻ, മീൻ, സലാഡ് എല്ലാം കൂട്ടി നല്ല രീതിയിൽ തന്നെ കഴിച്ചു. അങ്ങനെ ഇതെല്ലാം നല്ല രീതിയിൽ കഴിച്ച് കഴിഞ്ഞ് നമ്മൾ അവിടെ നിന്ന് പ്ലേറ്റ് കഴിയാൻ വേണ്ടിയിട്ട് പോയി. അത് നമുക്ക് പ്ലേറ്റ് എവിടെ കഴിയേണ്ടതെന്നൊന്നും അറിയത്തില്ലായിരുന്നു. കുറേ നേരം അവിടെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ നോക്കിക്കൊണ്ടിരിക്കുമായിരുന്നു. ആരും ആദ്യം എണ്ണിക്കട്ടെ എന്ന് വിചാരിച്ച്. അങ്ങനെ പിന്നെ ലാസ്റ്റ് നമ്മൾ പ്ലേറ്റ് കഴിയേണ്ട സ്ഥലമൊക്കെ കണ്ട് അങ്ങനെ നമ്മൾ നേരെ പ്ലേറ്റ് കഴിയാൻ വേണ്ടിയിട്ട് പോയി. കഴിയിട്ട് വന്നിട്ട് നമ്മൾ പിന്നെ നേരെ എടുത്തത് ഐസ്ക്രീമും ഫ്രൂട്ട് സലാഡുമാണ്. അപ്പോൾ നല്ലൊരു വാനില ഐസ്ക്രീമും അതിൻ്റെ കൂടെ കുറച്ച് അത്യാവശ്യം നല്ല ഫ്രൂട്ട്സും മുകളിലൊരു കസ്റ്റാർഡ് സിറപ്പാണ് അതൊക്കെ ഒഴിച്ച് നല്ല ടേസ്റ്റിംഗ് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോഴത്തേക്ക് ചെറുക്കനും പെണ്ണും വന്നായിരുന്നു സ്റ്റേജിലോട്ട്. ഓഡിറ്റോറിയത്തിലോട്ട് സ്റ്റേജിലോട്ട് ചെറുക്കനും പെണ്ണൊക്കെ വന്നായിരുന്നു. അപ്പോൾ അവരുടെ ഒരു ഫുട്ടേജും കാര്യങ്ങളൊക്കെ എടുത്തു. അപ്പോൾ അതാണ് ബേസിലേട്ടൻ്റെ വൈഫ്. അപ്പോൾ അവരുടെ കുറച്ച് ഫുട്ടേജസും കാര്യങ്ങളൊക്കെ എടുത്തു. അതായത് ഞാൻ ഇങ്ങോട്ട് നോക്കിയപ്പോഴത്തേക്ക് വിളിക്കാത്ത കല്യാണത്തിന് വന്ന് പ്ലേറ്റും പിടിച്ചുകൊണ്ട് ഒരാൾ നിൽപ്പുണ്ടായിരുന്നു. കണ്ടാൽ വിളിച്ചാന്ന് പറയത്തുള്ളൂ. സ്റ്റേജിലെ പ്രസംഗവും കാര്യങ്ങളൊക്കെ കേട്ടോണ്ടിരിക്കുകയായിരുന്നു. അത് കഴിഞ്ഞ് പോകുന്നതിന് മുന്നേ നമ്മൾ ഒരു ജ്യൂസ് കൂടെ കുടിച്ചു. അത് ഏതാ ജ്യൂസ് എന്ന് എനിക്കറിയത്തില്ല. പക്ഷേ എനിക്ക് പൈനാപ്പിളിനൊക്കെ ഇഷ്ടപ്പെട്ടായിരുന്നു. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. തണ്ണിമത്തൻ്റെ ഒക്കെ പോലത്തെ ഒരു ടേസ്റ്റായിരുന്നു. പക്ഷേ തണ്ണിമത്തൻ്റെ കളറല്ലായിരുന്നു. സൂപ്പറായിരുന്നു. കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് നമ്മൾ അവിടെ ഇറങ്ങി. നമ്മൾ ചെല്ലുന്നതിന് മുന്നേ കല്യാണങ്ങളിലൊക്കെ കറങ്ങിയിട്ടുണ്ടായിരുന്നു. 10 മണിക്കായിരുന്നു കല്യാണങ്ങളിലൊക്കെ. നമ്മൾ ഫുഡിൻ്റെ ടൈം ആയപ്പോഴത്തെ ഫുഡ് അങ്ങനെ ഉണ്ടായിരുന്നു. എല്ലാം സെറ്റായിരുന്നു. നല്ല കിടിലം ഫുഡും കാര്യങ്ങളൊക്കെ ആയിരുന്നു. അടിപൊളി ടേസ്റ്റും കാര്യങ്ങളൊക്കെ ആയിരുന്നു. ഐസ്ക്രീം, ഫ്രൂട്ട് സലാഡ് എല്ലാ ഐറ്റംസും ഉണ്ടായിരുന്നു. ചിക്കൻ, ബീഫ്, പോർക്ക്, വയറ് ഫുള്ള് നിറഞ്ഞ്. അപ്പോൾ ഈ റൂമിൽ ചെന്നിട്ട് നല്ല രീതിയിലൊന്ന് കിടന്നുറങ്ങണം. ഇന്നത്തെ ഈ ഒരു കൊച്ചു വീഡിയോ കാണാനൊക്കെ ഞാൻ ഇവിടെ വെച്ച് അവസാനിപ്പിക്കണം. അപ്പോൾ ഈ വീഡിയോ കാണാനൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായും ഒരു ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തായാലും വീഡിയോ കമൻറ്റ് ചെയ്യുക.